അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് ദിസ് ഇസ് ലാസ്റ്റ് കോൾ എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് ആണ്. നിങ്ങളൊക്കെ അവിടെ റെഡി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, ഒന്ന് അറിയിക്കുക. ഇഫ് യു ആർ റെഡി ജസ്റ്റ് കമന്റ് ഡൗൺ ഇഫ് യു ആർ റെഡി വിത്ത് നിങ്ങളുടെ ഈ ഒരു സെഷനിലേക്ക് നിങ്ങൾ ശരിക്കും എക്സൈറ്റഡ് ആയിട്ട് റെഡി ആയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. പരമാവധി ആൾക്കാർ എന്ത് ചെയ്യുക, വീഡിയോയിൽ വരും ചെയ്യും കേട്ടോ. പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. നമ്മുടെ ഈ ഒരു മീറ്റിംഗ് വെച്ചതിന്റെ റീസൺ എന്താണ്? ഈ മീറ്റിംഗ് വെച്ചതിന്റെ റീസൺ സിംപിളി ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഞായറാഴ്ച നടക്കുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുക. ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. അതേപോലെ തന്നെ എന്താണ് EFT, എന്താണ് ഈ ഒരു പ്രോഗ്രാം എന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക. പല രീതിയിലും പല മേഖലയിൽ നിന്നുള്ള ആൾക്കാർ പല രീതിയിലുള്ള ചാലഞ്ചസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവും. സോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അഡ്രസ് ചെയ്ത് ക്ലിയർ ചെയ്ത് തരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ എന്താണ് നമ്മളുടെ ഒരു 30 days പ്രോഗ്രാം? എന്താണ് ഞായറാഴ്ച നടക്കാൻ പോകുന്ന പ്രോഗ്രാം? എന്താണ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. നമ്മുടെ പ്രോഗ്രാം വരുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ പ്രോഗ്രാമിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പ്രോപ്പർ തെറാപ്പിയാണ്. ഓക്കെ, പക്ഷെ അതിലേക്ക് ഓൾറെഡി നമ്മുടെ കോഴ്സിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുള്ള, ഇതിന് മുൻപത്തെ ബാച്ചിൽ ജോയിൻ ചെയ്ത ആൾക്കാരും വരുന്നുണ്ട്. ഈ ഒരു കോഴ്സിലേക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാവരും ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്ന് താല്പര്യമുള്ളവരാണോ? അതിന് താല്പര്യം കാണിച്ചിട്ടുണ്ട്, പക്ഷെ കൂടുതൽ കാര്യങ്ങൾ അറിയണം, കൂടുതൽ സംശയങ്ങളുണ്ട്, അത് ഞാൻ ചെയ്യണോ വേണ്ടേ എന്ന് ഞാൻ സംശയിച്ച് നിൽക്കണം, ഇങ്ങനൊരു സിറ്റുവേഷനിലാണോ നിങ്ങളുള്ളത്? ആണ് എങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, യെസ് എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഓൺ യെസ്. അതായത് ആ പ്രോഗ്രാം എന്താണെന്ന് കൂടുതൽ അറിയണം, ആ പ്രോഗ്രാം എങ്ങനെ എനിക്ക് വർക്കൗട്ട് ആകും, ഇതെനിക്ക് ഉപകാരപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ആൾക്കാർ, ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്, അങ്ങനെയുള്ള രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. യെസ്. ഓക്കെ, മൈമുന പറയുന്നു യെസ്. ഓക്കെ, സിമി പറയുന്നു യെസ്. ഓക്കെ, വെരി ഗുഡ്. വേറെ ആരൊക്കെയാണ് ആ ഒരു രീതിയിലുള്ളത്? ഓക്കെ, യാ. അപ്പോ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കുറച്ച് കാര്യങ്ങൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ EFT എന്ന് പറയുന്ന ടൂള് അനിവാര്യമാണോ? എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ പറയുക, തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മളൊക്കെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് പലപ്പോഴും പല സ്ട്രെസ് വരും, പല ചാലഞ്ചസ് വരും, പല ബുദ്ധിമുട്ടുകൾ വരും. ഇത് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം, പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മറ്റുള്ള രീതിയിലുള്ള ചാലഞ്ചസും സംഗതികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാം. അത് പല രീതിയിലുള്ള ട്രോമാസ് നിങ്ങൾക്ക് നൽകുന്നുണ്ടാകും. ആ ട്രോമാസ് നിങ്ങൾ എന്ത് ചെയ്യുക, മറികടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. ഈ ട്രോമാസ് നമ്മുടെ ലൈഫിനെ നമ്മളെ ബാധിക്കും, നമ്മളുടെ ലൈഫിനെ എന്ത് ചെയ്യും, അത് ബാധിക്കും. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ഇപ്പം അനുഭവിക്കുന്ന എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു ട്രോമയിൽ നിന്ന് കടന്നു വന്നതാണ് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ട്രോമയിലൂടെ അല്ലെങ്കിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോയതിൽ നിന്നാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഇന്നൊരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സുഹൃത്ത് വിളിച്ചിരിക്കുന്നത്, സുഹൃത്തിന്റെ പ്രശ്നം പറഞ്ഞത് എന്താണ്, നമ്മുടെ ഒരു ക്ലയന്റ് തന്നെയാണ്. അദ്ദേഹം പ്രശ്നം പറഞ്ഞത്, സ്റ്റേജിൽ അദ്ദേഹം പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, പാട്ട് പാടാൻ പെട്ടെന്ന് കഴിയാതെ ശബ്ദമിടറിപ്പോയി, പാട്ട് പാടാൻ പറ്റുന്നില്ല, വല്ലാണ്ട് തലവേദന വരുന്നു, വിയർക്കുന്നു, ക്ഷീണിക്കുന്നു, തളരുന്നു, ഇയാൾ പുറത്തു പോകുന്നു പ്രോഗ്രാം നിർത്തിയിട്ട്. അതിനുശേഷം വർഷങ്ങളായി അത് നടന്നിട്ട് അതിനുശേഷം അദ്ദേഹത്തിന് സ്റ്റേജിൽ കയറാൻ പേടിയാണ്. നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ വരുന്നു, ക്ഷീണം വരുന്നു, ഓവറായിട്ട് തിങ്ക് ചെയ്തു പോകുന്നു, ഓവർ തിങ്കിങ് വരുന്നു. വേറൊരാളുടെ കേസ് നമ്മൾ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറക്കത്തിനിടയിൽ ഇടയ്ക്ക് ഉണരുന്നു, ഞെട്ടി ഉണർന്നു പോകുന്നു, പിന്നീട് ചെറിയ കാര്യത്തിന് പോലും ചിന്തയാണ്, വിഷമമാണ്, പ്രയാസമാണ്. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം
സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഞാൻ എന്ത് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാലും അത് ഫ്ലോപ്പായി പോകും. ഞാൻ എന്ത് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ, ഏത് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാലും അത് ഫ്ലോപ്പായി പോകും. പക്ഷേ ഒരാളുടെ പ്രോബ്ലം വേറൊരാൾ നമ്മൾ വിളിച്ചിട്ട് വേറൊരാളുടെ പ്രോബ്ലം എന്താ വെച്ചാൽ അയാൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പലതും ഉണ്ട്, പക്ഷെ അത് തന്നെ അതിൽ തന്നെ അങ്ങോട്ട് ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ക്ലാരിറ്റിയോട് കൂടി, ഫോക്കസോട് കൂടി, സെൽഫ് ഡിസിപ്ലിനോട് കൂടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കൺസിസ്റ്റൻസി കിട്ടുന്നില്ല. നമ്മുടെ കോഴ്സിലേക്ക് വരുന്ന മറ്റു പല ആൾക്കാരുടെയും പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അസുഖങ്ങളാണ്, ആരോഗ്യ പ്രശ്നം, ഓവർ വെയിറ്റ് ആവും, വെയിറ്റ് കൂടി, ശരീരത്തിന്റെ ആ ഒരു എന്താ പറയുക, ഓവർ വെയിറ്റ് ആയി മാറി, ഭാരം കൂടിയിട്ട്, ഭാരം കൂടുതൽ വന്നിട്ട് വണ്ണം വെച്ച് ബുദ്ധിമുട്ടായി, അതിന്റെ പ്രശ്നങ്ങൾ. എത്രയായിട്ടും ഭക്ഷണം പട്ടിണി കടന്നിട്ട് പോലും അത് കുറയുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉള്ള, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുമായിട്ട് ആൾക്കാർ നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ആൾക്കാർ നമ്മുടെ ഇതിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ അടുത്തൊക്കെ പറയാനുള്ള ഒരു മെഡിസിൻ എന്ന് പറയുന്നത് EFT എന്ന് പറയുന്ന ടൂളാണ്, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയുന്നത് ഒരു ടാപ്പിംഗ് മെത്തേഡാണ്. നമ്മളുടെ ലൈഫിൽ നമുക്കുള്ള പ്രശ്നങ്ങളെ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ കണക്റ്റഡ് ആയി നിൽക്കുന്നത് എവിടെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രശ്നങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നമായിക്കോട്ടെ, അത് കണക്റ്റഡ് ആയി നിൽക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരു ഭയത്തിൽ നിന്നോ, ഒരു വിഷമത്തിൽ നിന്നോ, ഒരു പ്രയാസത്തിൽ നിന്നോ ഉണ്ടായ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റിൽ നിന്നാണ്. അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സൈക്കോളജിക്കൽ ഇമ്പാക്റ്റിൽ നിന്നാണ്. ആ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് നമുക്ക് മറികടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അതിനെ പരിഹരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയൊരു രീതിയിലേക്കുള്ള ചേഞ്ചിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതിനെ ക്യൂർ ചെയ്യാൻ പറ്റണം, അതിനെ ക്ലിയർ ചെയ്യാൻ പറ്റണം. അപ്പോൾ EFT എന്ന് പറയുന്ന ടൂള് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ചാലഞ്ചുകളെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ആ ടൂൾ എന്താ ചെയ്യുന്നത്? ഒരു സ്വിച്ച് പോലെ പ്രവർത്തിക്കുക. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെ ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് എനർജി പോയിന്റ്സ് ഉണ്ട്. ഈ എനർജി പോയിന്റ്സിനെ, ഇത് ഒരു എനർജി പോയിന്റ് ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിലാക്സ് ആവും. ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കിയാൽ എൻ്റെ കൂടെ വീഡിയോയിൽ ചെയ്യും. വീഡിയോ ഓൺ ചെയ്ത് എല്ലാവരും നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യുക. പരമാവധി ആൾക്കാർ വീഡിയോ ഓൺ ചെയ്യും. നിങ്ങൾ ചെയ്യുന്നതൊന്നും എനിക്ക് കാണാൻ പറ്റി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എനിക്ക് ചെയ്ത് തരാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഓക്കെ, വിരലിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഉപയോഗിക്കും. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്യും. ഈ ടാപ്പ് ചെയ്യുമ്പോൾ ഇതൊരു എനർജി പോയിന്റ് ആണ്, ഒരു മർമ്മമാണ്. മർമ്മം എന്ന് നമുക്ക് വിളിക്കാം മലയാളത്തിൽ. എനർജി പോയിന്റ്, അക്യൂപ്രഷർ പോയിന്റ്സ് എന്ന് പറയുന്നു. ഓക്കെ, നമ്മൾ ഇതുകൂടെ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എനർജി കംപ്ലീറ്റ്ലി സ്പ്രെഡ് ആകും. നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഒരു ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്ത് തുടങ്ങും കൈകളിലേക്ക്. പതുക്കെ പതുക്കെ അടിക്കരുത് കേട്ടോ, മാം അടിക്കരുത്. മെല്ലെ ഇങ്ങനെ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വിരലിന്റെ ആ ഭാഗം ഉപയോഗിച്ച് ജസ്റ്റ് ടാപ്പ് ചെയ്യും. കുറച്ച് നേരം നിർത്തി വെച്ചേ. എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ മെല്ലെ ടാപ്പ് ചെയ്തപ്പോൾ മെല്ലെ മെല്ലെ ടാപ്പ് ചെയ്യും. എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടോ? ഓക്കെ, ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് അടുത്തത് നിങ്ങൾ ടാപ്പ് ചെയ്യേണ്ടത് ഈ പുരികമില്ലേ, ഈ രണ്ട് പുരികം, ഈ രണ്ട് പുരികത്തിന്റെ രണ്ട് വിരൽ ഉപയോഗിക്കുക. ജസ്റ്റ് രണ്ട് പുരികത്തിന്റെ തുടക്കത്തിൽ മെല്ലെ ടാപ്പ് ചെയ്യുക. പതിയെ ടാപ്പ് ചെയ്യുക. എൻ്റെ കൂടെ അങ്ങനെ ചെയ്തോളൂ. ഓക്കെ,
ഇനി നിങ്ങൾ ജസ്റ്റ് ഈ പുരികത്തിന്റെ അറ്റം 2 വിരലുകൾ ഇതേപോലെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ, 2 പുരികത്തിന്റെയും അറ്റത്ത് അവസാനിക്കുന്ന സ്ഥലത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്യും. കണ്ണിന്റെ സൈഡിലായിട്ട് കേട്ടോ, ജസ്റ്റ് മെല്ലെ ഇങ്ങനെ ടാപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു ഭാഗം കണ്ണിനെ തൊട്ട് താഴെ. അവിടെ എല്ലില്ലേ, കണ്ണട മാറ്റി വെച്ചോളൂ, കുഴപ്പമില്ല. ജസ്റ്റ് എല്ലിനെ തൊട്ട് താഴെ. ഓക്കെ. അതിനുശേഷം ഇവിടെ ഈ മൂക്കിന് താഴെ. ദീർഘശ്വാസം എടുക്കുക. എന്നിട്ട് നമ്മുടെ എന്തെങ്കിലും വിഷമോ ബുദ്ധിമുട്ടോ ശരീരത്തിന് ഏതെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ നിങ്ങൾക്കുണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ അതിൽ നിന്ന് റിലാക്സേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു തീവ്രത കുറയും. നിങ്ങളൊന്ന് ഭാരം കുറഞ്ഞതുപോലെ, എന്തെങ്കിലും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്തോ ഒരു മാറ്റം വന്നതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഒന്ന് കാമായതുപോലെ ഉണ്ട്. മൈമുനം ഉണ്ട് 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 അല്ലേ? അതെ, ഇതാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ കാര്യമാണ് ഇത്. ഇത് നമ്മൾ കുറച്ച് വളരെ ആഴത്തിൽ വിശാലമായിട്ട് പഠിക്കുന്ന ഒരു അവസരമാണത് 2-ാം തീയതി നടക്കാൻ പോകും. ഈ ഒരു ടാപ്പിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി ചുമ്മാ നമ്മുടെ ചെയ്യുന്നതിലൂടെ ഒന്ന് ആലോചിച്ച് നോക്കി, അസുഖങ്ങൾ മാറും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അസുഖങ്ങൾ മാറും, അഡിക്ഷൻസ് മാറും, അതേപോലെ നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ നീങ്ങും. നമുക്ക് കാലങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കെല്ലാം മാറ്റങ്ങൾ വരും. നമ്മുടെ ലൈഫിൽ തന്നെ നമുക്കൊരു വലിയൊരു ചേഞ്ചിലേക്ക് നമ്മൾ പോകുന്നൊരവസ്ഥ. ഇത് ഞാൻ പഠിച്ചത് അയർലൻഡുകാരനായിട്ടുള്ള ഒരാളടുത്ത് നിന്ന്. അയർലൻഡ് എന്ന് പറയുന്ന അല്ലെ വിദേശ രാജ്യമാണ്, അറിയാം. അദ്ദേഹം തായ്ലൻഡ് എന്ന് പറയുന്ന മറ്റൊരു വിദേശ രാജ്യത്ത് വെച്ചിട്ട് ക്ലാസ് നടത്തിയപ്പോൾ അവിടെ പോയിട്ട് പഠിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് നമ്മളെന്ന് വെച്ചാൽ ഈ ഒരു കോഴ്സ് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് പഠിച്ച സമയത്ത് നല്ല രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ പറ്റും. ഞാനിത് ആദ്യമായിട്ട് എന്നിൽ പരീക്ഷിച്ചപ്പോൾ 20 വർഷമായിട്ടുണ്ടായിരുന്ന ഗ്യാസിന്റെ പ്രശ്നം. ആർക്കെങ്കിലും ഗ്യാസിന്റെ പ്രശ്നമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കെങ്കിലും ഇല്ലാണ്ടിരിക്കില്ല. ഒന്ന് കൈപ്പൊക്കിയേ. ഗ്യാസിന്റെ ബുദ്ധിമുട്ടുള്ളവർ, ഗ്യാസ് ബുദ്ധിമുട്ടുണ്ട്. 20 വർഷമായിട്ട് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്ന എനിക്ക് എന്നേക്കുമായിട്ട് എന്ത് ചെയ്തു, ഒരു 40 മിനിറ്റ് ഞാനിതിങ്ങനെ ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ഇതിങ്ങനെ ചെയ്താൽ മാത്രം പോരാ, ഇതിൻ്റെ കൂടെ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഉച്ചാരണങ്ങളുണ്ട്. നമ്മളോട് സംസാരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് ഇതിൻ്റെ കാരണമായ ഒരു റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ സംസാരിക്കുന്ന ആ അസുഖവുമായി ബന്ധപ്പെട്ട്. വൈകി ഭക്ഷണം കഴിച്ചാൽ ഗ്യാസ് വരും, പൊരിച്ചത് കഴിച്ചാൽ ഗ്യാസ് വരും, അല്ലെങ്കിൽ എരിവുള്ളത് കഴിച്ചാൽ ഗ്യാസ് വരും, ചിക്കൻ ഗ്യാസ് ആണ്, ഇങ്ങനെ പലതും ഉണ്ടാവും നിങ്ങളുടെ മനസ്സിൽ. അങ്ങനെ ഒരു ഡയലോഗ് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ആ കിടക്കുന്ന സംഗതി ആണ് ആ അസുഖത്തിന് കാരണം. നമ്മുടെ മൈൻഡിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളാണ് നമ്മുടെ അസുഖങ്ങൾക്ക് കാരണം, നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണം, നമ്മൾ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള വിഷമങ്ങൾക്ക് കാരണം ചിന്തകളാണ്. ആ ചിന്തകളെ കറക്റ്റാക്കി നിർത്താൻ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളെ കറക്റ്റാക്കി നിർത്താൻ. നമ്മുടെ ശരീരത്തിൽ ഹോർമോണിൽ വ്യതിയാനം വരും. ഹോർമോണുകളുണ്ട്, പല ഹോർമോൺസ് ഉണ്ട്. ഓക്സിറ്റോസിൻ ഉണ്ട്, സെറട്ടോണിൻ ഉണ്ട്, കോർട്ടിസോൾ ഉണ്ട്, അഡ്രിനാലിൻ ഉണ്ട്, ലൈക്ക് ഡോപ്പമീൻ ഉണ്ട്, എൻഡോർഫിൻ ഉണ്ട്, ഇങ്ങനെ പല ഹോർമോണുകളും ഉണ്ട്.
ഈ ഹോർമോണുകളിൽ മാറ്റം വരുമ്പോഴും ശരീരത്തിൽ നടക്കുന്ന കെമിക്കൽ ചേഞ്ച്, ശരീരത്തിനുള്ളിലുള്ള ബ്ലഡിൽ അടങ്ങിയിട്ടുള്ള രാസപദാർത്ഥങ്ങളിൽ ചേഞ്ചസ് വരുമ്പോഴാണ് നമുക്ക് ശരീരത്തിന് അസുഖങ്ങളോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു വിഷമങ്ങളോ ചിന്തകളോ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥകളോ ഒക്കെ ഉണ്ടാവുകയും നമ്മുടെ എനർജിയെ അത് ബാധിക്കുകയും അത് നമ്മളുടെ ചിന്തകളെ ബാധിക്കുകയും ആ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരികയും നമുക്ക് ഭയം ഉണ്ടാവുകയും ആങ്സൈറ്റി ഉണ്ടാവുകയും സ്ട്രെസ് ഉണ്ടാവുകയും അത് നമ്മുടെ പ്രവർത്തികളെ ബാധിക്കുന്നു, നമ്മുടെ തീരുമാനങ്ങളെ ബാധിക്കുന്നു, നമ്മുടെ സ്വഭാവത്തെ ബാധിക്കുന്നു, നമ്മുടെ പെരുമാറ്റത്തെ ബാധിക്കുന്നു, നമ്മുടെ ശീലങ്ങളെ ബാധിക്കുന്നു, മൊത്തത്തിൽ പറഞ്ഞു നമ്മുടെ ബന്ധങ്ങളെ ബാധിക്കുന്നു, മൊത്തത്തിൽ പറഞ്ഞ നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കും. ആരോഗ്യം, നമ്മുടെ ബന്ധങ്ങൾ, അല്ലെ? ആരോഗ്യം, നമ്മുടെ ആരോഗ്യം, കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ നമ്മുടെ കുടുംബ ബന്ധം, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മക്കൾ, അവരായിട്ടുള്ള ബന്ധം, അവരോടുള്ള നമ്മുടെ പെരുമാറ്റം, പിന്നെ അതാ നമ്മുടെ തൊഴിൽ മേഖല. ആ തൊഴിൽ മേഖല വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് സ്ഥിരമായിട്ട് സ്ഥിരോത്സാഹത്തോടു കൂടി തുടർച്ചയായിട്ട് ബിസിനസ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ മേഖലയിൽ പ്രവർത്തിക്കാനും നമുക്ക് കഴിയണം. ആ തൊഴിൽ മേഖല, അതിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം, അതിൽ നല്ല തുടർച്ചയായിട്ട് പ്രവർത്തിക്കാൻ കഴിയണം, നല്ല ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഊർജത്തോടു കൂടിയിട്ട് തീരുമാനങ്ങളെടുത്ത് ശക്തമായി പതറാതെ ഒരു ദിവസവും ക്ഷീണിക്കാതെ ടയർഡാവാതെ ജോലി ചെയ്യാൻ പറ്റണം. ഇതിനെ ഇത് ബാധിക്കുന്നു. അപ്പൊ നമ്മളുടെ മൊത്തത്തിലുള്ള നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെയും സംഗതികളെയും ബാധിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. ആ ചിന്തകളെ വരുന്നത് നമ്മൾ അനുഭവിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, നമ്മളായിട്ട് നമ്മളോട് പറയുന്ന, നമ്മളോട് സംസാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളുണ്ട്. ഈ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞതുപോലെ അസുഖങ്ങളെ കുറിച്ച് നമുക്കൊരു വിശ്വാസമുണ്ട്, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് അസുഖം ഉണ്ടായത്. ആക്ച്വലി നിങ്ങൾ വിശ്വസിക്കുന്നതല്ല അതിന്റെ കാരണം. ചിലപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ആ കാരണങ്ങൾ, ഇപ്പോൾ ഭക്ഷണം കഴിക്കരുത്, ഇന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അസുഖം, അതിനേക്കാട്ടിലും കൂടുതൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഭക്ഷണം കഴിച്ചാൽ അത് പ്രശ്നമുണ്ടാകും എന്ന വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുള്ള ഉണ്ടാവുകയും, പക്ഷേ ആ വിശ്വാസത്തിനും ആ അസുഖത്തിനൊക്കെ അതിന് മുൻപേ കാരണമായിട്ടുള്ളത് നിങ്ങളുടെ ഉള്ളിലുള്ള ഭയമാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകളാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമങ്ങളാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള സങ്കടങ്ങളാണ്. നമ്മുടെ എല്ലാ പ്രശ്നത്തിന്റെയും കാരണം സങ്കടങ്ങളാണ്, നമ്മുടെ വിഷമങ്ങളാണ്, നമ്മുടെ മാനസിക പിരിമുറുക്കങ്ങളാണ്, സമ്മർദ്ദങ്ങളാണ്. ഈ മാനസിക പിരിമുറുക്കമില്ലാതെ ശാന്തമായ ഒരു മനസ്സുണ്ടെങ്കിൽ, നല്ല ആരോഗ്യമുണ്ട്, നല്ല കുടുംബ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും, നല്ല ശാന്തതയുള്ള ആൾക്ക് നല്ല രീതിയിൽ പെരുമാറാൻ കഴിയില്ലേ? നല്ല രീതിയിൽ സ്നേഹബന്ധത്തിൽ ഉഷാറായിട്ട് നിൽക്കാൻ കഴിയില്ലേ? അതേപോലെ തന്നെ ശാന്തമായിട്ടുള്ള മനസ്സുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ടെൻഷനില്ല, വിഷമില്ല, അയാളെ എനർജി ഡൗൺ അല്ല, അയാളെ എനർജി എപ്പോഴും അപ്പാണ്, ഹാപ്പിയാണ്. അയാൾക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ കഴിയില്ലേ? കഴിയും. പ്രാർത്ഥനകൾ, നിസ്കാരങ്ങൾ, സംഗതികൾ, പ്രാർത്ഥനകൾ, കാര്യങ്ങൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്ന വ്യക്തിയായിട്ട് മാറില്ലേ? എല്ലാം കഴിയും. അപ്പൊ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തെ ഓവറോൾ നിയന്ത്രിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളും. അപ്പൊ ഈ വിഷമങ്ങളെ മുഴുവൻ നമുക്ക് തുടച്ചു നീക്കി കളഞ്ഞു കഴിഞ്ഞാൽ ഈ നെഗറ്റീവായ കാര്യങ്ങളും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി തുടച്ചു നീക്കാൻ കഴിയണം. അത് തുടച്ചു നീക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മെത്തേഡാണ് ടാപ്പിംഗ് എന്ന് പറയുന്നത്. EFT എന്ന് പറയും, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. നമുക്ക് നമ്മളുടെ പഴയ കാലം നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളെ മുഴുവൻ കഴുകി കളയാനുള്ള മാർഗമാണത്. അത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ 10-20ഓളം എനർജി പോയിന്റ്സ് ഉണ്ട്. ഈ എനർജി പോയിന്റ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ടാപ്പ് ചെയ്യും. ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ മർമ്മമാണ്. ഈ മർമ്മത്തിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ എനർജി ബ്ലോക്ക് ആയി കിടക്കുന്നുണ്ടാവും. നമ്മുടെ ഉള്ളിൽ വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ, ഭയമാവാം, ഭയം മൂലം ഉണ്ടായതാവാം, മാനസിക പിരിമുറുക്കം മൂലം ഉണ്ടായതാവാം, ഓവർ തിങ്കിങ് മൂലം ഉണ്ടായതാവാം, എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റീവായ ഒരു സ്ട്രെസ് നമ്മുടെ ഉള്ളിൽ, ആ ഒരു വിഷമാവസ്ഥ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ ഒരു അസ്വസ്ഥത നമ്മുടെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എനർജി കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല, ഫ്ലോ വർക്ക് ചെയ്യില്ല. ആ എനർജി ഫ്ലോ തടസ്സപ്പെടും. ആ നമ്മളെടുത്ത് ടാപ്പ് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ കറക്റ്റായിട്ട് ഓരോ പ്രശ്നം എന്താണോ ആ പ്രശ്നത്തിന് അനുകൂലമായ വാചകങ്ങൾ നമ്മൾ സംസാരിക്കുകയും കറക്റ്റായിട്ട് നമ്മൾ കമാൻഡ് കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു ബ്ലോക്ക് എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യപ്പെടുന്നു. ക്ലിയർ ആണോ? അത് കംപ്ലീറ്റ്ലി നമ്മുടെ ആ ഒരു ബ്ലോക്ക് എന്ത് ചെയ്യുന്നു? മാറുന്നു. അത് മാറുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും?
നമ്മുടെ എനർജി നല്ല രീതിയിൽ ഫ്ലോ ചെയ്യപ്പെടും. നമ്മുടെ എനർജി നല്ല രീതിയിലേക്ക് ഫ്ലോ ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ രക്തചംക്രമണം കറക്റ്റ് ആകും, ശരീരത്തിൽ ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആകും, ഹോർമോണുകൾ കറക്റ്റായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ തുടങ്ങും, എല്ലാ അവയവങ്ങളും കറക്റ്റായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ശരീരം വളരെ സുഖകരമായ ഒരു അവസ്ഥയിലേക്ക് പോകും. ആ വിഷമങ്ങളൊക്കെ പോയി എല്ലാം കരിഞ്ഞില്ലാണ്ടായി ക്ലിയറായി നമ്മളുടെ ശരീരം സുഖമായ കംഫർട്ടബിൾ ആയ ഒരു അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ശരീരത്തിന് അസുഖമുണ്ടാവില്ല, അസുഖങ്ങൾ മാറാൻ തുടങ്ങും. അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ നല്ല ശാന്തമായ പക്വതയുള്ള മനസ്സുള്ള ഒരവസ്ഥയിലേക്ക് എത്തും. നമ്മൾ ക്ലിയറായി വരും. ക്ലിയർ ആണോ പറഞ്ഞത്? നമ്മുടെ പെരുമാറ്റം, നമ്മൾ നല്ല മാനസികാവസ്ഥയിലാണെങ്കിൽ നമുക്ക് ആരുടെയും ദേഷ്യമുണ്ടോ? നമുക്ക് ആരുടെയും ദേഷ്യപ്പെടുമോ? നമ്മൾ ഇല്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ല, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ദേഷ്യപ്പെടും, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, എനിക്ക് എന്താ ഇങ്ങനെ ടെൻഷൻ, എനിക്ക് എന്താ ഇങ്ങനെ അസുഖങ്ങൾ വരുന്നത്, എനിക്ക് എത്രയായിട്ട് അസുഖങ്ങൾ വരിക, തലവേദന വരിക, എനിക്ക് മൈഗ്രെയിൻ ആണ്, എനിക്ക് കാലുവേദനയാണ്, കാൽമുട്ട് വേദനയാണ്, അവിടെ വേദനയാണ്, ഇവിടെ വേദനയാണ്. ഇങ്ങനെ നമുക്കൊരു സുഖമില്ലാത്തൊരു സമാധാനമില്ലാത്ത ഒരവസ്ഥ, ആ അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറണം. കംപ്ലീറ്റ്ലി നമ്മുടെ പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്യാൻ നമുക്ക് ശരിക്കും ഇത്രേ ആവശ്യമുള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് വിശ്വാസം വരില്ല, പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പഠിപ്പിക്കുന്നത്, ഇതെങ്ങനെ ചെയ്യണമെന്ന് അക്ഷരം പ്രതി പഠിപ്പിക്കുന്ന പ്രോഗ്രാമാണ് EFT എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പം അതിൻ്റെ ഒരു ഓഫ്ലൈൻ പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. ഓഫ്ലൈനായിട്ട് ഫുൾ ഡേ ഇവന്റിൽ നമ്മളൊരു മോർണിംഗ് മുതൽ ഈവനിങ് വരെ ടാപ്പിംഗ് മാത്രമാണ്. ലൈക്ക് വി ജസ്റ്റ് കീപ്പ് ഓൺ ടാപ്പിംഗ്. അപ്പോൾ അതിൻ്റെ ആ കോഴ്സിലേക്ക് നിങ്ങൾ വരാൻ താല്പര്യപ്പെടുന്നവർക്ക് ആദ്യത്തെ 2 ദിവസം ക്ലാസ് ഉണ്ടാകും. അതിൻ്റെ പുതുതായിട്ട് കോഴ്സിലേക്ക് വരുന്ന ആൾക്കാർക്ക് 2 ദിവസം, നാളെ മറ്റന്നാളും ഇതേപോലെ ഈവനിങ്ങിൽ ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഓഫ്ലൈൻ ക്ലാസ് ആണ്. ആദ്യം ഓൺലൈൻ സൂമിൽ, അത് കഴിഞ്ഞതിന് ശേഷം 2 ദിവസം ഓൺലൈൻ, അത് കഴിഞ്ഞതിന് ശേഷം ഓഫ്ലൈൻ സെഷൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും 4 ദിവസത്തെ വീണ്ടും ഓൺലൈൻ സെഷൻ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരു 30 ഡേയ്സ് നിങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടാവും. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇനി നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്തും നിങ്ങൾക്ക് ചോദിക്കാൻ ഞാൻ പറഞ്ഞു. ഒക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ ആൻസർ ചെയ്യാൻ തയ്യാറാണ്. കാരണം ഈ കോഴ്സ് എന്താണ്, എങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓൺലൈനിലുള്ള ആൾക്കാരുണ്ടാവും, ഓഫ്ലൈനിലുള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ രണ്ടും നമ്മൾ എന്താ വെച്ചാൽ ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്താം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഞാനിപ്പോൾ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട്? ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പം ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ട്, നിങ്ങളുടെ ഏതെങ്കിലും വിഷമത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതി, ഒന്ന് പറഞ്ഞോളൂ. തലവേദനയുണ്ട്, ഓക്കെ. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപുണ്ടായിരുന്നോ? ഉണ്ട്. ആ തലവേദന ഹാർട്ട് ബീറ്റ് കൂടുന്നു, ഓക്കെ. ടാപ്പിംഗ് ചെയ്തപ്പോൾ ഹാർട്ട് ബീറ്റ് കൂടുന്നു, ആരാണ് പറഞ്ഞത്? ഓക്കെ. ടെൻഷനുണ്ട്, ഓക്കെ, ടെൻഷനുണ്ട്, ഓക്കെ. നൗഷിത പറയുന്നു ടാപ്പിംഗ് ചെയ്തപ്പോൾ ഹാർട്ട് ബീറ്റ് കൂടും, അതിന്റെ ഭാഗമാണ്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായി നിങ്ങൾക്ക്, ചില ആൾക്കാർ പറയില്ലേ ഒരു ബാഡ് ഫീലിംഗ് ഉണ്ട്. നസ്രി ഇബ്രാഹിം, എന്താണ് ബാഡ് ഫീലിംഗ്? ഇപ്പൊ വന്നതാണോ അതോ കുറച്ച് മുമ്പേ ഉള്ളതാണോ ബാഡ് ഫീലിംഗ്? പറഞ്ഞോളൂ. മുൻപേ ഉണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ശരിക്കും നിങ്ങൾക്കൊരു സാമ്പിൾ തരാം, ഓക്കെ. നമുക്കൊന്ന് ചെയ്തു നോക്കാം. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണോ ആ ബുദ്ധിമുട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന പോലെ എൻ്റെ കൂടെ ടാപ്പ് ചെയ്താൽ കേട്ടോ, ഓക്കെ. അപ്പൊ ടാപ്പ് ചെയ്യും, ജസ്റ്റ് ടാപ്പ് ചെയ്യും, ഓക്കെ. ഇങ്ങനെ ടാപ്പ് ചെയ്തോളൂ, എൻ്റെ കൂടെ ഇങ്ങനെ ജസ്റ്റ് ടാപ്പ് ചെയ്തോളൂ. ടേക്ക് എ ഡീപ് ബ്രെത്ത്, ഒന്ന് ബ്രീത്ത് എടുക്കും, ഓക്കെ. നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് എന്താ വെച്ചാൽ ആ ബുദ്ധിമുട്ടിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ഹെഡേക്ക് ആണെങ്കിൽ ഹെഡേക്ക്, ഒരു ബാഡ് ഫീലിംഗ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു തീവ്രത ആലോചിക്കുക. നിങ്ങൾക്കുള്ള അസുഖങ്ങളോ ബുദ്ധിമുട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ശരീരം ഒന്ന് ഫീൽ ചെയ്ത് നോക്കി, ശരീരത്തിന് ഇപ്പൊ ക്ഷീണമാണോ അല്ലെങ്കിൽ എന്താണോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്കൊന്ന് റെഡിയാക്കാം. ഒന്ന് എനർജി ഒന്ന് കിട്ടും, ഒന്ന് ഫ്രീ ആവും ബോഡി, ഓക്കെ. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയങ്കരമായിട്ട് ഏതെങ്കിലും വിഷമമൊക്കെ ഉള്ളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമുക്ക് ക്ലിയർ ആക്കാം, ഓക്കെ. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാൻ കൊടുക്കാം, ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ അല്ലെങ്കിൽ കുറെ കാലങ്ങളായിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു വിഷമം, അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന അസ്വസ്ഥത, ഞാനിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു അസ്വസ്ഥത, ആ ഒരു ബുദ്ധിമുട്ട്, തലവേദനയാകാം, എന്തോ ആയിക്കോട്ടെ, ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടെന്ന് അറിയാം. ആൻഡ് അതുണ്ടെങ്കിൽ പോലും അതുണ്ട്, ഇറ്റ്സ് ഓക്കെ. ഞാൻ പറയുന്ന പോലെ എൻ്റെ കൂടെ പറയാം കേട്ടോ.
ഇറ്റ്സ് ഓക്കെ, സാരമില്ല, സാരമില്ല. ആ ഒരു തലവേദന എനിക്കുണ്ട്, സാരമില്ല. ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം, സാരമില്ല. ഇറ്റ്സ് ഓക്കെ, അതുണ്ട് എന്നുള്ളത് എനിക്കറിയാം. എന്നാലും ഞാൻ ക്ഷമിച്ചിരിക്കും, ഞാൻ അതിനെ അംഗീകരിക്കും, ഞാൻ അതിനെ അംഗീകരിക്കും. അതുണ്ട് എന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കും. അത് വേണ്ട, അതെനിക്ക് ഇഷ്ടമില്ല എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ എതിർക്കുന്നില്ല. എതിർക്കാതിരിക്കലാണ് ഇത് പരിഹരിക്കാനുള്ള ഏക മാർഗം. പറയാ, എൻ്റെ കൂടെ പറയാം. എതിർക്കാതിരിക്കലാണ് ഇത് പരിഹരിക്കാനുള്ള ഏക മാർഗം. ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്യാം, ഇവിടെ കേട്ടോ, ഐബ്രോ പോയിന്റ് സെൻട്രൽ. ഓക്കെ. ഈ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടെങ്കിൽ പോലും നിങ്ങൾ പറയാം, എൻ്റെ കൂടെ പറയാം. ഈ ബുദ്ധിമുട്ട് എനിക്കുണ്ടെങ്കിൽ പോലും ഈ കൺപുരികത്തിന്റെ സെൻട്രൽ കേട്ടോ, പുരികത്തിന്റെ തുടക്കത്തിൽ, കണ്ണട മാറ്റി വെച്ചു. ഇതെനിക്കുണ്ടെങ്കിൽ പോലും, ഈ ബുദ്ധിമുട്ട് എനിക്കുണ്ടെങ്കിൽ പോലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു. അടുത്തത് സൈഡിൽ, എനിക്കുണ്ടെങ്കിൽ പോലും, ഈ ഒരു തലവേദന അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടെങ്കിൽ പോലും, ഈ ഒരു അസ്വസ്ഥത എനിക്കുണ്ടെങ്കിൽ പോലും, ഈ ഒരു വിഷമാവസ്ഥ എനിക്കുണ്ടെങ്കിൽ പോലും ഞാൻ എന്നെ സത്യസന്ധമായും അഗാധമായും ആത്മാർത്ഥമായും ഞാൻ എന്നെ സ്നേഹിക്കുന്നു. സൈഡിൽ. ഇനി പതിയെ അണ്ടർ ദ ഐസ്, ഇവിടെ ഈ ഭാഗം, കണ്ണിന് താഴെ. എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ടേക്ക് എ ഡീപ് ബ്രത്ത്. നന്നായിട്ട് ബ്രീത്ത് എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുക കേട്ടോ. ടേക്ക് എ ഡീപ് ബ്രത്ത്. ബ്രീത്ത് എടുത്ത് പുറത്ത് വിടുക. അശ്വതി മാം, ബ്രീത്ത് എടുത്ത് പുറത്ത് വിടൂ. ഓക്കെ. ഇനി മൂക്കിന് താഴെ. ഈ പ്രശ്നം എനിക്കുണ്ടെങ്കിൽ പോലും ഞാൻ വളരെ ശാന്തനാണ്. ഞാൻ വളരെ റിലാക്സ്ഡ് ആണ്. വല്ലാണ്ട് എന്നെ അസ്വസ്ഥമാക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ട് ഇനി പതിയെ എന്ത് ചെയ്യുക, ചുണ്ടിന് താഴെ, ഈ താടിയില്ല കേട്ടോ, ഈ വല്ലാത്ത ബുദ്ധിമുട്ട് എനിക്കുണ്ടെങ്കിൽ പോലും ഞാൻ വളരെ ശാന്തനാണ്, ശാന്തയാണ്. എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ടേക്ക് എ ഡീപ് ബ്രത്ത്. ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് ഇൻ ഡീപ്ലി ആൻഡ് റിലാക്സ്. ഇനി പതിയെ നെഞ്ചിൽ, ഇവിടെ കേട്ടോ, നെഞ്ചിൽ ഈ ഒരു രണ്ട് കൈകൾ ഉപയോഗിക്കുക. ഇവിടെ കോളറിൽ എല്ല് കാണാം, ഇവിടെ ഇങ്ങനെ അടുത്തായിട്ട് എല്ല് കാണാം, അതിന്റെ തൊട്ട് താഴെ. എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാനൊരു നല്ല വ്യക്തിയാണ്. ഞാനൊരു നല്ല വ്യക്തിയാണ്. ഞാനൊരു നല്ല മനസ്സിനുടമയാണ്. എനിക്ക് നല്ല മാതാപിതാക്കളുണ്ട്. ഞാൻ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നെ അംഗീകരിക്കും. ഓക്കെ. പതിയെ ഇത്രയും ചെയ്തല്ലോ. ഓക്കെ, ഒന്ന് റിലാക്സ് ചെയ്യുക. ഒന്ന് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ, കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കുടിച്ചോളൂ. ഒന്ന് റിലാക്സ് ചെയ്യട്ടോ. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് ഫീൽ ചെയ്യുന്നത് അത് പറയും. ഇപ്പൊ ഉള്ളൊരു ഫീലിംഗ് എന്താണ്? ഇപ്പൊ ആ ഒരു തലവേദന എന്തായി അശ്വതി മാം?
ഏ ഒന്ന് ഒന്ന് അടുത്തേക്ക് വന്നിട്ട് പറയാമോ? കുറവുണ്ട് സാർ. നല്ല തലവേദന കുറേ നേരമായിട്ട്. നല്ല നല്ലൊരു വ്യത്യാസം. അത് കുറഞ്ഞോ? കുറഞ്ഞു. ഉം. ഇവിടെ മാത്രം ചെറുതായിട്ടേ ഉള്ളൂ. ചെറുതായിട്ടേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ മാജിക്. ഒരു റൗണ്ട് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും. പക്ഷേ പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ നമുക്കൊരു റീപ്രോഗ്രാമിംഗ് ചെയ്യണം. ആ റീപ്രോഗ്രാമിംഗ് ചെയ്യാനാണ് നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യുന്ന പ്രോഗ്രാമിലേക്ക് വരാൻ പറയുന്നത്. വലിയ ആശ്വാസം തോന്നുന്നുണ്ടോ അശ്വതി മാം? ഉണ്ട് സാറേ. മാജിക് ആണ് അല്ലേ? അതെ അതെ, നല്ല വ്യത്യാസം. എനിക്ക് ഭയങ്കര തലവേദന കിടക്കുന്നോടത്തുനിന്ന്. അപ്പൊ ഞാൻ മാഡം എന്നെ വിളിച്ചു, ലിങ്കിൽ കയറൂ മാഡം പറഞ്ഞിട്ട് എന്നെ മാഡം വിളിച്ചപ്പോ ഞാൻ കിടക്കുന്നോടത്താണ് എഴുന്നേറ്റ് വന്നത്. വന്നത് ഉപകാരമായില്ലേ? വന്നത് ഉപകാരമായി. നല്ല വ്യത്യാസം, സത്യമായിട്ടും മാജിക് തന്നെയാണ്. മാജിക്കിനാണ്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. ഇത് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അപ്ലൈ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ചില സ്റ്റെപ്സുകൾ ഉണ്ട് കറക്റ്റായിട്ട് ഇത് ചെയ്യുന്ന. എങ്ങനെയാണ് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് നമ്മളിത് ചെയ്ത് പഠിക്കണം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, നിങ്ങൾ ചെയ്തു. പക്ഷെ അതല്ലാതെ ഇത് കറക്റ്റായിട്ട് സ്വയം ചെയ്യരുത്. കാരണം ഇത് തെറ്റായ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എന്താ പറയുക, അത് പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഉള്ളൊരു അവസ്ഥ ചിലപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ബുദ്ധിമുട്ടാവുന്ന അവസ്ഥയുണ്ട് സ്വയം ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾ എന്നോട് പഠിച്ചിട്ട് ചെയ്യണം. നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്, ഇത് എത്ര നേരം ചെയ്യാൻ പറ്റും, ഇത് ഏതൊക്കെ പ്രശ്നങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ നമുക്കിത് ചെയ്യണം എന്നുള്ളതിന്റെ കറക്റ്റ് സ്റ്റെപ്സുകളൊക്കെ നിങ്ങൾ പഠിക്കണം. അതിനാണ് നമ്മുടെ കോഴ്സ് വരുന്നത്. 2-ാം തീയതിയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങളുടെ ഞാൻ ഇപ്പൊ തലവേദന മാറി എന്ന് പറഞ്ഞു. ഈ തലവേദന ഇപ്പം മാറി എന്നുള്ളത് ഒരു ഘട്ടം. ഇനി ഈ തലവേദന ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രൂപത്തിൽ മാറ്റുന്ന ഒരു സംഗതി, അത് വേറെ സ്റ്റെപ്പാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി ക്ലിയർ ആക്കുന്നത്. താൽക്കാലികമായിട്ട് ക്ലിയർ ആക്കുന്ന രീതിയുണ്ട്, കംപ്ലീറ്റ്ലി തീരെ വരാതെ രൂപത്തിലേക്ക് ക്ലിയർ ആക്കുന്ന രീതിയുണ്ട്, റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് ചെയ്യുന്ന രീതി. അപ്പൊ അത് വേറെ മെത്തേഡാണ്. ഇതിന് ഒരു ഡിഫറെന്റ് മെത്തേഡുകളുണ്ട്. ഈ മെത്തേഡുകളൊക്കെ അറിഞ്ഞ് ആഴത്തിൽ ഫുള്ളായിട്ട് പഠിക്കണം. പിന്നെ ഇത് ആരോഗ്യ അസുഖങ്ങൾ മാറ്റാൻ പറ്റും. ഇത് മാത്രമല്ല, നമ്മുടെ എനർജി ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ എനർജി എന്ന് പറയും, നമ്മൾ എന്താണോ എനർജി ഫീൽ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ കാര്യങ്ങളും വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിരന്തര പ്രശ്നങ്ങൾ വരുന്നുണ്ടോ? അതിന്റെ കാരണം നിങ്ങൾക്ക് നിരന്തരം എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങൾ കാരണം, ഈ പ്രശ്നങ്ങൾ വരുന്നു, കടം വരുന്നു, ബുദ്ധിമുട്ട് വരുന്നു, പണത്തിന്റെ ദാരിദ്ര്യം പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിന്റെ കാരണം നിങ്ങളുടെ എനർജി കറക്റ്റ് അല്ലാതെ. പണത്തിനൊരു എനർജി ഉണ്ട്. ഓക്കെ, ചില ആൾക്കാർക്ക് മണി ബ്ലോക്ക് ഉണ്ടാവും. അതിനെ ഒരിക്കലും മണി ബ്ലോക്ക്, പണം വരാത്ത അവസ്ഥ എന്ന് പറയുന്നത് മണി ബ്ലോക്കാണ്. നിങ്ങൾ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും പ്രയാസവും നിങ്ങൾക്ക് വിട്ടുമാറുന്നില്ല എങ്കിൽ അതിനർത്ഥം പണം വരുന്നില്ല. അത് വരാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ മണി ബ്ലോക്ക് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ആ മണി ബ്ലോക്ക് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണം. എന്തുകൊണ്ടാണ് മണി ബ്ലോക്ക് ഉണ്ടായത്? ചെറുപ്പത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള സാമ്പത്തികമായ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനു മുൻപ് അനുഭവിച്ചിട്ടുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷമങ്ങൾ, കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുഞ്ഞുകുട്ടിയായിരിക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകുന്നു, ടൂർ പോകുന്നു, കാര്യങ്ങൾ പോകുന്നു. നിങ്ങൾക്ക് പണമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉള്ളിൽ പണവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസമുണ്ട്. നമ്മളൊക്കെ പാവപ്പെട്ടവരാണ്, അല്ലെങ്കിൽ നമുക്ക് അതിന് അർഹതയില്ല, അല്ലെ, ഇങ്ങനെ വിശ്വാസങ്ങളുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ നമുക്ക് പൊട്ടിച്ച് കളയണം. ഇതൊക്കെ വിശ്വാസങ്ങളൊക്കെ പൊട്ടിച്ച് കളയാൻ ഏറ്റവും നല്ല എളുപ്പമുള്ള പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് ഈ ടൂൾ. കാരണം ആ കറക്റ്റ് ഇൻസിഡന്റിലേക്ക് പോയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ പൊട്ടിച്ച് കളഞ്ഞ് പുതിയൊരു ബിലീഫ് നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അത് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൂളും കൂടിയാണ് എന്ത് EFT എന്ന് പറയുന്ന ടൂൾ. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോഗ്രാമിലേക്ക് വരിക, പ്രോഗ്രാമിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യുക, അതും പഠിക്കുക. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 72ഓളം മണി ബ്ലോക്കുകൾ ഉണ്ടെന്നാണ് പറയുന്നത്, മിനിമം അടിസ്ഥാനപരമായിട്ട്. ആ 72 മണി ബ്ലോക്കും പൊട്ടിക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്കത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. അതേപോലെ റിലേഷൻഷിപ്പ് ബ്ലോക്ക് ഉണ്ടാവും, എഡ്യൂക്കേഷൻ ബ്ലോക്ക് ഉണ്ട്. ചിലർക്ക് പഠിക്കാൻ കഴിയില്ല, ചിലർക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ കഴിയില്ല, ചിലർക്ക് പുതുതായിട്ട് നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ. ഇതൊക്കെ ബ്ലോക്കായി കിടക്കുന്നുണ്ട്. ഇവിടെ ഈ ലോകത്തുള്ള എല്ലാവർക്കും കഴിവുകളുണ്ട്. അവരുടെ കഴിവുകളൊക്കെ
ഉള്ളിൽ ബ്ലോക്കായി കിടക്കുക. നമ്മളെപ്പോലെ 2 കണ്ണും കൈയും കാലും മൂക്കുള്ളവർ തന്നെയാണ് ഈ ലോകത്ത് പണമുണ്ടാക്കിയിട്ടുള്ളത്, വിജയിച്ചിട്ടുള്ളത്, വലിയ ബിൽഡിങ്ങുകൾ പണിതത്, വലിയ പ്രൊജക്റ്റുകൾ ചെയ്തത്, വലിയ നേട്ടങ്ങൾ നേടിയത്, വലിയ പരീക്ഷകൾ എഴുതിയത്, വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നത്, നല്ല ജീവിതം കെട്ടിപ്പടുത്തത്, നല്ല ബിസിനസ് ചെയ്തത്, നല്ല വീട് വെച്ചത്, നല്ല കാറ് വാങ്ങിയത്, നല്ല ആരോഗ്യമുള്ള ജീവിതം ചെയ്തത് ഒക്കെ നമ്മളെ പോലുള്ള ആൾക്കാർ. നമ്മുടെ അതേപോലെ 2 കണ്ണും 1 മൂക്കും വായും 2 ചെവിയും കൈകാലുകളും തന്നിട്ടുള്ള നമ്മളെപ്പോലെ മനസ്സുള്ള വ്യക്തികൾ തന്നെയാണ്. അവർക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മളായിട്ട് കുറെ കാലങ്ങളായിട്ട് ജനിച്ചത് മുതൽ ശീലിച്ചു പോകുന്ന ഒരു ചിന്താശീലങ്ങളുണ്ട്, ഇമോഷൻസ് ശീലങ്ങളുണ്ട്, ഫീലിങ്സ്, വികാരത്തിന്റെ ഒരു ശീലമുണ്ട് നമുക്ക്. വൈകാരിക ശീലം, ചിന്താശീലം, അതേപോലെ തന്നെ അതിൽ നിന്നുണ്ടായിട്ടുള്ള വിശ്വാസ ശീലം. ഈ ശീലങ്ങൾ, അതേപോലെ എനർജി ശീലം, ഈ ശീലങ്ങൾ നമ്മൾ ശീലിച്ചൊരു പാറ്റേൺ ആയി മാറിയിട്ട് ഇത് തന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഇത് തന്നെയാണ്. നമ്മളിൽ അധികം ആൾക്കാർക്ക് ഇപ്പോഴും ഒറ്റപ്പെടലുണ്ട് ഇല്ലേ? എത്രയോ ആൾക്കാർക്ക് ഇല്ലേ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഞാൻ വ്യത്യസ്തമായിട്ടാണ്, എന്നെ ആരും മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയില്ല, എനിക്ക് ആരും സപ്പോർട്ട് ചെയ്യേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്നെ ആരും ഞാൻ ആഗ്രഹിച്ചതുപോലെ സ്നേഹം എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ എന്നൊരു തിങ്കിങ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. നമുക്കെപ്പോഴും പലപ്പോഴും ഒരു ഒറ്റപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. തിരിച്ചറിയപ്പെടാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കപ്പെടാത്ത, ഒറ്റപ്പെട്ടു പോയ, സ്നേഹം ലഭിക്കാത്ത ഒരു അവസ്ഥയിലൂടെ നമ്മളൊക്കെ കടന്നു പോയിട്ടുണ്ട്. അത് നമുക്ക് തുടക്കം മുതൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മുടെ എനർജി. ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥ നമ്മുടെ എല്ലാത്തിൻ്റെയും ബ്ലോക്കാണ്. ആ ഒരു ഫീലിംഗും ആ സംഗതികളും, ആ ബ്ലോക്കുകളെ നമുക്ക് എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. അത് ക്ലിയർ ചെയ്തിട്ട് നമ്മളിൽ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് ഒരു എനർജി. അത് സമ്പൽ സമൃദ്ധിയും, മറ്റത് പരാതിയുടെയും സങ്കടത്തിന്റെയും വിഷമത്തിന്റെയും നെഗറ്റിവിറ്റിയുടെയും എനർജിയാണ്. ദാരിദ്ര്യത്തിലേക്കും സംഗതിയിലേക്കും ഒക്കെ അതിൽ നിന്ന് മാറിയിട്ട് സമ്പത്തിലേക്കും വിജയത്തിലേക്കും വളർച്ചയിലേക്കും ഉന്നതിയിലേക്കും എത്തേണ്ട എനർജി നമുക്കുണ്ട്. ആ എനർജിയിലേക്ക് നമ്മൾ എത്തണം. അതിൽ ഏറ്റവും ബെസ്റ്റാണ്. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യുക? നിങ്ങളുടെ സംശയങ്ങൾ എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്യുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിച്ചോളൂ, ഞാൻ ക്ലിയർ ചെയ്യാൻ റെഡിയാണ്. എനി ക്വസ്റ്റ്യൻസ് യു ഹാവ്, അൺമ്യൂട്ട് ചെയ്യുക, ചോദിക്കുക കേട്ടോ. ചോദിച്ചോളൂ, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ചോദിച്ചോളൂ, ഞാൻ മറുപടി തരാം. യെസ്, മൈമുന മാം ചോദിച്ചോളൂ. ചോദിച്ചോ, ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സംശയങ്ങളുണ്ട്, നിങ്ങൾക്ക് കുറെ സംശയങ്ങളുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിച്ചോളൂ, ഞാൻ മറുപടി തരാം. ആർക്കും ഇല്ലേ? എല്ലാവരും കൈകെട്ടി നിൽക്കുകയാണല്ലോ. സംശയങ്ങൾ ചോദിച്ചോളൂ, പേടിക്കേണ്ട. എന്താണ് സംശയമുള്ളത്? എങ്ങനെയാ ചെയ്യുക? അത് ചെയ്യാൻ എന്തെങ്കിലും ആരുടെയും സഹായം വേണം? അങ്ങനെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിച്ചോളൂ. നിങ്ങളുടെ സംശയങ്ങൾ എന്താണ്? എന്നോട് ടീം മെമ്പേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടെന്നാണ്. മണി ബ്ലോക്ക് എങ്ങനെ മാറും എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു ഓൾറെഡി. ഓക്കെ, പിന്നെ എത്ര ടൈം ചെയ്യണം അല്ലേ? ഹാപ്പി ഫീലിംഗ് ആണുള്ളത്. ഇത് ആക്ച്വലി എത്ര ടൈം ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഓരോ മെത്തേഡുകളും പല രീതിയിലും പല തവണകളുമായിട്ടാണ്. അപ്പോൾ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടോ? പ്രോഗ്രാമിലേക്ക് വരാൻ ആരൊക്കെ റെഡിയാണ്? എത്ര പേര് പ്രോഗ്രാമിലേക്ക് വരുന്നുണ്ട്? യെസ്, മിനി മാം വരുന്നുണ്ട്, മൈമുന മാം വരുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പം നിങ്ങളൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബുക്കിംഗ്. നസ്രി വരുന്നുണ്ട്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഇനി ആരുള്ളത്? മൈ ഹസ്ബൻഡ് വരുന്നുണ്ട്, സിമി, കൺഗ്രാറ്റുലേഷൻ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഓക്കെ, മിനി മാം, ഓക്കെ, വെരി ഗുഡ്. സിമി വരുന്നുണ്ട്, സിമിയുടെ ഹസ്ബൻഡ് വരുന്നുണ്ട്. വേറെ ആരുള്ളത്? ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഞാൻ ആൻസർ ചെയ്യാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യാനാണ് ഈ പ്രോഗ്രാം. എന്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്? ചോദിച്ചോളൂ. ക്യാഷ് പോകുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടോ? പേടിയുണ്ടോ? പേടിക്കേണ്ട, നിങ്ങൾക്ക് ഫുൾ റീഫണ്ട് ഉണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും ക്യാഷ് പോകില്ല. അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ശരിക്കും എങ്ങനെ? ക്യാഷ് പോകുമെന്ന് പേടി ഇല്ല. അതെ, പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കത് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ 100% നമ്മൾ റീഫണ്ട് ചെയ്യുന്നതിൽ യാതൊരു എന്താ പറയുക, ഭയം നമുക്കില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ മടിയും ഇല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ റിസൾട്ട് കിട്ടാത്ത ഒരാളുടെയും ഒരു പണം ഒന്നും വേണ്ട ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ റിസൾട്ട് എന്തായാലും പരിപൂർണമായിട്ട് ലഭിക്കുക. അത് ഇങ്ങനെയുള്ള ഫീലിംഗിൽ എത്രയോ ആൾക്കാർ വന്നിട്ടുണ്ട്. സിമി പറയുന്നത് എൻ്റെ അച്ഛനും പേടിയാണ് സർ, ഈ പേടിയാണ്. പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ക്യാഷ് നമ്മൾ എന്ത് ചെയ്യും? റിസൾട്ട് കിട്ടിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, റിസൾട്ട് നമ്മളത് ക്യാഷ് തിരിച്ചു തരും. അതുകൊണ്ട് വറീഡ് ആണ്. പ്രോഗ്രാമിൽ വരിക, 1 മന്ത് നമ്മുടെ കൂടെ ആ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് സഞ്ചരിക്കുക.
അതിലൂടെ കടന്നു പോവുക. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ റിസൾട്ട് തീർച്ചയായിട്ടും ലഭിക്കും. കാരണം എത്രയോ ആൾക്കാർ വന്ന് അത്രയോ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയതാണ്. അവരുടെ റിസൾട്ടുകളാണ് നിങ്ങൾ കേൾക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രോഗ്രാമിലേക്ക് ഇത്രയും ആൾക്കാർ വരുന്നത് കേട്ടോ. അപ്പൊ ആ പേടി വേണ്ട, അത് മനസ്സിൽ നിന്ന് കളയാൻ. അതൊക്കെ നമ്മളുടെ എന്തുകൊണ്ടാണ് സ്മിത മാം പറഞ്ഞു വരുന്നുണ്ട്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അതായത് എന്തുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്? ആ ഭയം വരുന്നത് അടക്കം എന്താണ്? നമ്മൾ അനുഭവിച്ച ട്രോമ കൊണ്ടും പ്രയാസം കൊണ്ടും നെഗറ്റീവ് എനർജി നമ്മളിൽ ക്യാരി ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് പരാതിയൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഭയം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇറ്റ്സ് ഓക്കെ, അതൊക്കെ ഉണ്ടാവും, സാരമില്ല. അത് നിങ്ങൾ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അതൊന്നും ചിന്തിക്കില്ല. നിങ്ങൾ ഇപ്പം നിൽക്കുന്നത് ഈ ഒരു അവസ്ഥയിലാണ്. ഓക്കെ, ഈ ഒരു അവസ്ഥയിൽ നമ്മൾ നിങ്ങളെ എത്തിക്കാൻ പോകുന്ന ഈ ഒരു അവസ്ഥയിലേക്കാണ്. ഈ ഒരു അവസ്ഥയിൽ ജീവിക്കണം. ഈ ഒരു അവസ്ഥയിൽ പണം പ്രശ്നമല്ല. ഈ ഒരു അവസ്ഥയിൽ ഭയം നിങ്ങൾക്കില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് സന്തോഷവും സമാധാനവും സൗഖ്യം ഡിസിഷൻസ് എടുക്കാൻ കഴിയുന്ന വലിയ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരായിട്ട് മാറണം. ചില ആൾക്കാർ എന്തോ ഷാലുക്ക് എൻ്റെ അടുത്ത് പണം ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടോ? എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല, ഞാൻ എങ്ങനെ അവിടെ എത്തും? നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുക, വിഷ്വലൈസ് ചെയ്യുക. ഒരു കാര്യം മാത്രം പറഞ്ഞാൽ ഞാൻ അവിടെ എത്തും. അതെന്നെ മനസ്സിലേക്ക് കൊടുക്കുക. അതിനുവേണ്ട ക്യാഷ് ഞാൻ അറേഞ്ച് ചെയ്യും. അപ്പം അത് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ഇത് ഞാൻ പറയുമ്പോൾ പോലും ആ സാറിന് അത് പറഞ്ഞാൽ മതി, എൻ്റെ അവസ്ഥ സാറിന് അറിയില്ല എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ അത് ചിന്തിക്കുന്നത് പോലും നിങ്ങളുടെ എനർജി ലോ ആയതുകൊണ്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ കടന്നുപോയാണ് നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥയിൽ അങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് മറികടക്കുക, അത് വിടുക. നിങ്ങൾക്കൊരു എമർജൻസി ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഒരു അത്യാവശ്യം വന്നു, നിങ്ങളോട് പറയണം ഒരു എമർജൻസി ഓപ്പറേഷൻ ചെയ്യണം, അത്യാവശ്യമാണ്, ഒരു ഹാർട്ട് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി നിൽക്കുവോ? ഇല്ല സാർ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പൊ അശ്വതി മാം ഒക്കെ എന്താ വെച്ചാൽ ഈ ഒരു പെയിന് വന്ന് ഹെഡേക്ക് വന്നിട്ട് ബുദ്ധിമുട്ടാണ് എത്രയോ കാലങ്ങളായിട്ട്, അല്ലേ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? അതെ സാർ, ഞാനിപ്പോ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇത് ചെയ്തപ്പോ നല്ലൊരു മാറ്റം വന്നു, നല്ലൊരു വ്യത്യാസം, നല്ലൊരു ഉന്മേഷം വന്നു. പക്ഷെ ക്ലാസ്സിന്റെ കാര്യം സാറ് പറഞ്ഞ പോലെ തന്നെ പൈസയുടെ ഒരു പ്രോബ്ലം, ഞാൻ അതിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് അത്യാവശ്യമായി തോന്നി. പക്ഷേ ഇല്ല, ഞാൻ ചോദിക്കട്ടെ അശ്വതി മാം, നിങ്ങളൊരു ഹോസ്പിറ്റൽ എമർജൻസി വന്നു, നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരു ഹാർട്ട് സർജറി വന്നു, ഓക്കെ, നിങ്ങൾ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തീരുമാനം തട്ടിപ്പോകും, നിങ്ങൾ എന്ത് ചെയ്യും? ഉണ്ടാക്കാൻ ശ്രമിക്കും. ദാറ്റ്സ് ഓൾ. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? നമുക്ക് നമ്മുടെ ഒരു ലൈഫിന്റെ ഇപ്പൊ നിങ്ങൾ ഇത്രയും കാലം അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഇതൊക്കെ കാലാകാലം കൊണ്ടു നടക്കണോ? ഇനി അനുഭവിക്കണോ? ഈവൻ ഈ ക്യാഷ് ഇല്ലാത്ത പ്രശ്നമടക്കം നമ്മുടെ എന്താണ് എനർജിയുടെ പ്രശ്നം കൊണ്ടാണ്. അതും നമുക്ക് പരിഹരിക്കാൻ പറ്റും. അത് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ്. ഇന്നിപ്പോ ഞാൻ നിങ്ങൾക്ക് തന്നത് കണ്ടില്ലേ, ചെറിയൊരു മാജിക്കാണ്. അറിവെന്ന് പറയുന്ന സംഗതി കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് ഉപയോഗിച്ചു തുടങ്ങി കഴിഞ്ഞാൽ എത്ര ആൾക്കാരാണെന്നറിയോ രക്ഷപ്പെട്ടത്? എത്ര ആൾക്കാരാണെന്നറിയോ വലിയ രീതിയിലേക്ക് ഇതിനെ ഷിഫ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളത്? അപ്പൊ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യുക, വരിക. അതെന്നെ കാണുക, മനസ്സിലാ പ്രോഗ്രാമിൽ ഇരിക്കുന്ന തന്നെ മാമ കാണുക കേട്ടോ. അതെന്നെ കണ്ടോ, അതിനുള്ള വഴി തുറന്നു വരും. പിന്നെ ഇതൊന്നും വലിയ സംഖ്യയാണ് എന്നുള്ളതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളാണ്. മാം, നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെപ്പോലെ കണ്ണും കൈയും കാലും മൂക്കും ഉള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത്. ചില കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടും ചില കാര്യങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ടും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താ പറയുക ആ ഒരു ലെവലിൽ എനർജിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ്. ഞാൻ പറയുന്നത് 100% നിങ്ങൾ എന്ത് ചെയ്യൂ, ഒന്ന് വിശ്വസിച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്യൂ. ഓക്കെ, നമ്മുടെ എനർജി, പണത്തിനൊരു എനർജി ഉണ്ട്. ഓക്കെ, ആ എനർജി നിങ്ങൾ എന്ത് ചെയ്യണം, അതുമായിട്ട് മാച്ച് ആവണം. ലോകത്ത് ഏത് കാര്യങ്ങളും നിങ്ങൾ എടുത്തു നോക്കി, നിങ്ങൾ ആരുടെ കൂടെ കൂട്ടുകൂടുക? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ കൂട്ടുകൂടുകയുള്ളൂ, അല്ലെ? പണത്തിന് നിങ്ങളെ ഇഷ്ടപ്പെടണം. പണത്തിന്റെ സ്വഭാവം എന്താണ്? പോസിറ്റിവിറ്റിയാണ്, സമ്പൽ സമൃദ്ധിയാണ്, ഐശ്വര്യമാണ്. ഓക്കെ, പണം നിങ്ങൾക്ക് അപ്പൊ അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്. ചില ആൾക്കാർക്ക് പണം വരും, പണം അതേപോലെ പോകും. എന്താ പോകുന്നതിന്റെ കാരണം എന്താ? പണം വന്ന് നിൽക്കൂല. ഇതിന്റെ കാരണം എന്താ? അതും ഇതേപോലെ നെഗറ്റീവ് എനർജിയും ബുദ്ധിമുട്ടും കാര്യങ്ങൾ ക്യാരി ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മളെപ്പോഴും എന്താ വേണ്ടതെന്ന് വെച്ചാൽ സമ്പൽ സമൃദ്ധി ആവട്ടെ, ഐശ്വര്യമാവട്ടെ, നമ്മുടെ ജീവിതത്തിന് പണം ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താ? എപ്പോഴും ഒരു അൺപ്രഡിക്റ്റബിലിറ്റിയാണ്. ഓക്കെ, നമുക്ക് നാളെ എന്താ നാളെ ഞാൻ അതെങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ആദ്യമാണ് പിന്നെ.
അല്ലെങ്കിൽ എന്ന് വെച്ചത് ഞാൻ എങ്ങനെ അറിയിച്ചു, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കാശില്ല എന്നും ഒരു ഇല്ലായ്മയുടെ പ്രയാസത്തിന്റെ കഷ്ടപ്പാടിന്റെ അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമുക്ക് മറികടക്കണം. അതിനെല്ലാത്തിനും മറികടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുക. എനി ക്വസ്റ്റ്യൻസ്? വറീഡ് ആവേണ്ട, പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എത്തും കേട്ടോ. അശ്വതി മാം എത്തും. എന്നോട് പറ, എത്തും എന്ന് പറ. എത്തും. എത്തും, എത്തിയേ പറ്റൂ കേട്ടോ. അപ്പൊ ആ നമുക്ക് ഒരു മൊത്തത്തിൽ ഒരു ഇന്റേണൽ എനർജീസ് സർജറി നമുക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ മനസ്സിൽ കാണുക. അവിടെ എത്തും, ഞാൻ അവിടെ എത്തിയിരിക്കും, എങ്ങനെയെന്ന് എനിക്കറിയില്ല, ഞാൻ എത്തിയിരിക്കും. ആ തീരുമാനം എടുക്കും. നാളെ വൈകുന്നേരം വരെ സമയമുണ്ട് കേട്ടോ. ഓക്കെ. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ടാണ് എനിക്ക് ആഗ്രഹം ഇപ്പൊ പൂർത്തിയായത്. അല്ലേ? ഓ, ഞാൻ ഒത്തിരി എന്നും പ്രാർത്ഥിക്കും, ആഗ്രഹിക്കും, അഫർമേഷൻ എഴുതും, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും, ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പൊ എങ്ങനെ എനിക്ക് തന്നെ അറിയത്തില്ല എങ്ങനെ കാശ് വരുവാന്നുള്ളത്. അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നപ്പോഴാണ് എനിക്ക് എല്ലാം റെഡിയായത്. റെഡിയായി. റെഡിയായി. ഒത്തിരി ആദ്യം നാൾ നമ്മൾ കൊടുക്കേണ്ട എന്താ അറിയും? അത് നടക്കും. ആഗ്രഹിക്കുന്നത് നടക്കുന്ന എനിക്ക് 100% ഉറപ്പാണ് ഇപ്പൊ. ആ ഒരു വിശ്വാസത്തിലേക്ക് ഇപ്പൊ എത്തിയില്ലേ? അതെ. അത് തന്നെ നമുക്ക് ലൈഫിൽ തരുന്ന ഒരു പ്രതീക്ഷയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ അതെന്താ വെച്ചാൽ ഇനി ഓഫ്ലൈനിൽ വരാൻ കഴിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഓഫ്ലൈനിലേക്ക് വരാൻ കഴിയില്ല, കോഴിക്കോട് നടക്കുന്നത്, ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യാം. കംപ്ലീറ്റ് ഓൺലൈനിൽ തന്നെ വേറെ സെഷൻസ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് അറ്റൻഡും ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോഗ്രാമിലേക്ക് എന്തായാലും വരിക. അതിന് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മടിച്ചു നിൽക്കരുത്. പ്രോഗ്രാം ഒരു കാരണവശാലും നിങ്ങളെ കൊണ്ട് കഴിയില്ല, അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു തിങ്കിങ് ഉണ്ടാവരുത്. ആഗ്രഹിക്കുക, അവിടേക്ക് എത്തുന്നത് തന്നെ വിശ്വസിക്കുക കേട്ടോ. ആ വിശ്വാസം, കടുത്ത വിശ്വാസം നമ്മൾ കൊടുക്കുക. ആരും വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കണം, ഞാൻ അവിടെ എത്തിച്ചേരും. ഐ വിൽ ബി ദയർ. ഞാൻ അവിടെ ഉണ്ടാവും. എനിക്കിത് വേണം, എനിക്കിത് കിട്ടണം, ഞാനത് അർഹിക്കുന്നുണ്ട്. എപ്പോഴും അങ്ങനെ ചിന്തിക്കുക. ഞാനിത് അർഹിക്കുന്നുണ്ട്, ഐ ഡിസേർവ് ഇറ്റ്. നമ്മുടെയൊക്കെ പ്രോബ്ലം ആണ്, സാധാരണക്കാരെ നമുക്കൊന്നും പറഞ്ഞതല്ല, നമ്മൾ ഇതൊക്കെ അർഹിക്കുന്നില്ല, അങ്ങനെയുണ്ടാവും കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി ക്വസ്റ്റ്യൻസ്, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നിങ്ങളെയൊക്കെ ഡീൽ ചെയ്യുന്ന സി സി മെമ്പേഴ്സ്, ഇവർക്ക് ഇനി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ മറുപടി പറയാം. അല്ലെങ്കിൽ നമ്മുടെ ടൈം അവസാനിക്കാൻ പോകും. ചോദിച്ചോളൂ. ഏതെങ്കിലും? സംശീറ ചോദിച്ചോളൂ. അല്ല, എന്റെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫിനാൻഷ്യലി ഉള്ളൊരു ബ്ലോക്സ് ആണ് ഇന്ന് കേറിയിട്ടുള്ള എല്ലാവർക്കും, അശ്വതി മാം അടക്കം. ഫൈനാൻഷ്യലി ഉള്ള എന്താ പറയാ, പ്രോബ്ലം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഫൈനാൻഷ്യലി ഉള്ള ഒരു ബ്ലോക്ക് കാരണം നിങ്ങൾക്ക് പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഈ ലോകത്ത് എനിക്ക് ലഭിക്കാൻ, അല്ലെങ്കിൽ ഞാൻ അർഹിക്കാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാം എനിക്ക് ഞാൻ അർഹതയാണ്, അല്ലെങ്കിൽ ഞാൻ അർഹനാണ് എന്ന് വിശ്വസിക്കണം. എത്ര വലുതായിക്കോട്ടെ, അതിന് ഞാൻ അർഹനാണ്. എനിക്കും അതാവാം, എനിക്കും അത് ലഭിക്കാം, എന്നിട്ട് അത് ആഗ്രഹിക്കണം. ഞാൻ അവിടെ എത്തിച്ചേരും. എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. ആഗ്രഹിക്കുന്നവർക്ക് ദൈവം കൊടുക്കും. മനസ്സിലാവുന്നു? നമ്മൾ ആഗ്രഹിക്കണം, നന്നായിട്ട് ആഗ്രഹിക്കണം. ചില ആൾക്കാർക്ക് ഹജ്ജിന് പോകണം, അല്ലെങ്കിൽ ശബരിമലയിൽ പോകണം, അല്ലെങ്കിൽ കൈലാസത്തിൽ പോകണം, അല്ലെങ്കിൽ ജെറുസലേമിൽ പോകണം. ആഗ്രഹിക്കുക, നിങ്ങൾ അവിടെ എത്തിച്ചേരും. നിങ്ങൾ നല്ലൊരു വീട് വേണം, അത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് അതിന് വേണ്ട എനർജി കണങ്ങൾ, ഊർജ കണങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങളിൽ നിന്ന് ഉണരും. നിങ്ങളുടെ ഉള്ളിലൊരു ഫോഴ്സ് ഉണ്ട്, ശക്തിയുണ്ട്. നിങ്ങൾക്കറിയാത്ത, നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്തൊരു ശക്തിയുണ്ട്. ആ ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഉണരും. ആ ശക്തി ഉണർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ തടയാൻ കഴിയും. അതാണ് ഊർജം, അതാണ് ആവേശം, അതാണ് വലിയ ലീഡേഴ്സിനെ മുന്നോട്ട് നയിക്കുന്നത്. ചില ആൾക്കാർ കണ്ടിട്ടില്ല, അവർക്കൊരു വല്ലാത്ത എനർജി ആയിരിക്കും, വല്ലാത്ത ധൈര്യമായിരിക്കും, വല്ലാത്ത ഒരു പാഷനായിരിക്കും, വല്ലാത്തൊരു ആവേശം കാണാം. അവർ ഓരോരോ പരിപാടികൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പോകുന്ന കാണാം. കണ്ടിട്ടുണ്ടോ? അശ്വതി മാം, അവർക്ക് ഈ അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ സംഗതികളോ ഒന്നും അവരെ തളർത്തുന്നുണ്ടാവില്ല. ചിലപ്പോൾ അവർക്ക് വന്നാലും അവർ തളർത്തുന്നുണ്ടാവില്ല. പല ആൾക്കാർക്കും അത് തുല്യതാണ്. ഇങ്ങനെ പോകുന്നത്, അവരുടെ ഉള്ളിൽ ഊർജ കണങ്ങൾ ഉണർന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ഊർജ കണങ്ങൾ
ഇങ്ങനെ കിടക്കുവാണ്. ഇങ്ങനെയാണ്. അതൊന്ന് ഉണരട്ടെ. ഉണരാൻ എന്താ ചെയ്യേണ്ടത്? അത് ഉണരാനുള്ള അർഹത അതിനെ വിളിച്ചുണർത്തണം നമ്മുടെ ഉള്ളിൽ കേട്ടോ. സമ്പത്ത് അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ വിളിച്ചുണർത്തണം. അതിനുണർത്തുന്നത് എങ്ങനെയാണ്? എനിക്കും പറ്റൂ അത്. കണ്ണടച്ചു കഴിഞ്ഞാൽ കണ്ണടക്കേണ്ട, നിങ്ങളുടെ ഉള്ളിൽ ഒരു സങ്കല്പ ലോകം ഇല്ലേ? ഈ പുറമെ ഒരു ലോകം ഉള്ളത് പോലെ ഒരു ലോകം ഉള്ളിലില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. കണ്ണടച്ചാലും കാണുന്ന ഒരു ലോകം. എന്തൊക്കെ രഹസ്യങ്ങളാണ് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നത്? എന്തൊക്കെ ലോകമാണ് അതിനുള്ളിൽ കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ സംഭവങ്ങളുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സംഗതികളുണ്ട് ഇല്ലേ അതിനുള്ളിൽ? അതിനെയൊക്കെ ഒന്ന് എന്താ പറയാ, ആവേശത്തോടു കൂടി എടുത്തിട്ട് എന്ത് ചെയ്യണം? ആ ലോകത്ത് അതിൽ നിന്ന് ഇങ്ങോട്ട് ഉണർന്നു വരാനുണ്ട് നമ്മുടെ ഉണർവ് കേട്ടോ. ആ ഊർജ്ജ കണങ്ങളെ ഉണർത്തുന്ന ഒരു പ്രോഗ്രാമും കൂടിയാണ്. അപ്പൊ അതാണ് നിങ്ങളുടെ എന്താ പറയാ, സോളിനെ ശരിക്കും ഇങ്ങോട്ട് ഉണർത്തിയിട്ട്, നിങ്ങളുടെ ജീവനെ ഉണർത്തിയിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആ ലൈഫ് തിരിച്ചു പിടിക്കാൻ പറ്റും, ആ എനർജി തിരിച്ചു പിടിക്കാൻ, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ പോലെ ആവാൻ പറ്റും. അതിനാണ് ഈ പ്രോഗ്രാം, കം ടു ദ പ്രോഗ്രാം. ഓക്കെ. അപ്പൊ സംശയങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവസാനിപ്പിക്കാം. സംശയം ചോദിച്ചോളൂ, എന്താണ് സംശയം ഉണ്ടായിരുന്നത്? സംശയമില്ല, എനിക്ക് ഓഫ്ലൈനായിട്ട് പങ്കെടുക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ അന്നത്തെ ദിവസം ഞങ്ങളുടെ ഷോപ്പിന്റെ ഇനാഗ്രേഷൻ ആണ്, അതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല. ഇൻഷാല്ലാ ഒരു ദിവസം ഞാൻ പങ്കെടുക്കാം. എനിക്ക് ബാക്ക് പെയിൻ ഉള്ള ഒരാളാണ്, വീണിരുന്നു, അപ്പൊ ചെറിയ ബൾജിങ് വന്നു. എന്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാല്, ഇപ്പോ നമ്മളിതിൽ പങ്കെടുത്തു കഴിഞ്ഞാല് ആ വേദന നമുക്ക് പൂർണ്ണമായി എന്നേക്കുമായി മാറുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഓൺലൈൻ തന്നെ പങ്കെടുത്താൽ മതിയല്ലോ. ഓൺലൈൻ ഉണ്ട്. ഓൺലൈൻ നമ്മുടെ ഈ ബാച്ചിന്റെ കൂടെ തന്നെ ഓൺലൈനും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് വന്നോളൂ. നിങ്ങൾ വിചാരിക്കും അത് വീണത് കൊണ്ടുണ്ടായി എന്നൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ വിശ്വാസം എന്ന് കട്ടാവുന്നു അന്നാണ് ആ വേദന മാറുന്നത്. അല്ലെങ്കിൽ ആ കാലാകാലം ആ വേദന നിങ്ങളുടെ ഉള്ളിൽ കിടക്കും. വീടിന് ശേഷമാണ് അത് പെയിൻ കൂടിയത്. അറിയാം, കൂടിയത് അല്ലേ? അതിനു മുമ്പേ ഉണ്ടായിരുന്നു കൂടിയത്. അപ്പൊ ഈ കൂടിയതിൽ അത് കൂടാനുള്ള കാരണമാണ്. അപ്പം കൂടാനുള്ള കാരണത്തിനെക്കാട്ടിലും അത് ഉണ്ടാകാനുള്ള കാരണമുണ്ട്. ആ കാരണത്തിലേക്ക് പോകാനുണ്ട്. സംശയരുടെ ജീവിതത്തിൽ ചില റൂട്ട് കോസുകളുണ്ട് ആ വേദന ഉണ്ടാവാനുള്ള. ചില വിഷമങ്ങളും ചില പ്രയാസങ്ങളും ചില സമ്മർദ്ദങ്ങളും ചില സ്ട്രെസ്സുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉണ്ടായതായിരിക്കാം. മാരേജിന് ശേഷമായിരിക്കാം, മാരേജിന് മുൻപായിരിക്കാം, ചെറുപ്പകാലത്തായിരിക്കാം. എന്താന്നുള്ളത് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു, അത് ക്ലിയർ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ആ തുടക്കം തന്നെ അങ്ങോട്ട് പോകുന്നതോട് കൂടിയിട്ട് ബാക്കിയെല്ലാം അങ്ങ് പൊയ്ക്കോളും. ക്ലിയർ ആവും. എത്രയോ ആൾക്കാർക്ക് ക്ലിയർ ആയിട്ടുണ്ട്. നിങ്ങൾ വന്നാൽ മതി പ്രോഗ്രാമിൽ കേട്ടോ. ഓൺലൈനിൽ തന്നെ ഉണ്ട്, ഈ ബാച്ചിന്റെ കൂടെ കൂടിക്കോളൂ കേട്ടോ. അപ്പം മറക്കണ്ട, ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ ബാച്ചിൽ തന്നെ കൂടെ ഓൺലൈനിൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ തിരക്കുള്ള ഒരാളാണ്, എനിക്ക് തോന്നുന്നില്ല ചെയ്യാം, ഓഫ്ലൈൻ ചെയ്യാം, പിന്നീട് ചെയ്യാം, അങ്ങനെ ചെയ്യാം, ആ തിരക്ക് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ചെയ്യലുണ്ടാവില്ല. ബാക്ക് പെയിൻ ഒന്നും കൂടെ ഉണ്ടാവും. അത് നമുക്ക് ക്ലിയർ ചെയ്യാം. കൂടെ പോരുക, ഓൺലൈനിൽ അങ്ങോട്ട് അറ്റൻഡ് ചെയ്യുക കേട്ടോ. എവിടെ സ്ഥലം സംശീറ? അൺമ്യൂട്ട് ചെയ്യാമോ? മഞ്ചേരിയാണ്, മഞ്ചേരി. മഞ്ചേരി. മഞ്ചേരി എവിടെ? മഞ്ചേരി വീമ്പൂര് എന്ന് പറഞ്ഞ സ്ഥലം. എവിടെയാണ്? ബീവൂരോ? വീമ്പൂര്, നമ്മുടെ കാലിക്കറ്റ് റോഡ്. ബീം റോഡ് അല്ലെ? ബീംബൂര്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഷോപ്പ് എവിടെയുള്ളത്? ഞങ്ങളുടെ ഓഫീസ് ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ്. പിന്നെ മഞ്ചേരി ടോക്കൺ ബോക്സ് ഇല്ലേ? ടോക്കൺ സോഴ്സ്. ടോക്കൺ ബോക്സ് അത് നിങ്ങളുടെ തന്നെയാണ്. ഓക്കെ. അതെ. വെരി ഗുഡ്. അപ്പൊ നമ്മളൊക്കെ നിങ്ങൾ എവിടെയാണ് ശരിക്കും? നിങ്ങളുടെ അടുത്ത ഷോപ്പ് എവിടെ ഉദ്ഘാടനം? അത് ഞങ്ങളുടെ ഓഫീസാണ്, നമ്മുടെ നാട്ടിൽ തന്നെയാണ്. കസ്റ്റമൈസ്ഡ് പാർട്ണേഴ്സ്. ഓക്കെ. സോ നിങ്ങൾ എന്ത് ചെയ്യാം? അപ്പൊ കൺഗ്രാചുലേഷൻ. മഞ്ചേരിയിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഷിഫ്റ്റ്, കൾച്ചറൽ ഷിഫ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു കടയാണ് നിങ്ങളുടെ കട, നിങ്ങളുടെ സ്ഥാപനം. എന്താ പറയാ, അത് ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. ഞാനിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ഒരു ബാംഗ്ലൂർ വൈബ് ഉണ്ടെന്ന്. അടിപൊളിയാണ്. അപ്പം തീർച്ചയായിട്ടും സന്തോഷം. നിങ്ങൾ നമ്മുടെ ക്ലയന്റ് ആണെന്ന് അറിഞ്ഞതിൽ, അല്ലെങ്കിൽ ക്ലയന്റ് ആവാൻ പോകുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. പ്രോഗ്രാമിലേക്ക് എന്തായാലും വരും, ഈ ബാച്ചിൽ തന്നെ പങ്കെടുക്കും കേട്ടോ. മാറ്റം നമുക്ക് കൊണ്ടുവരണം, ഹെൽത്ത് നമുക്ക് ചേഞ്ച് ചെയ്യണം കേട്ടോ. ഓക്കെ. നാട്ടുകാരാണെന്നുള്ളത് മറ്റൊരു സന്തോഷം. ശരി, താങ്ക് യു. അപ്പൊ പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം, പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യാം, വരിക. പ്രോഗ്രാമിൽ ഇനി ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? എനിബഡി, എനി ക്വസ്റ്റ്യൻസ്? ഹായ് സർ, ഗുഡ് ഈവനിങ്.
ഗുഡ് ഈവനിങ്, ചോദിച്ചോളൂ പ്രവീൺ. സാർ ഞാൻ വർക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ഫുൾ സെക്ഷനിൽ ഇരിക്കാൻ പറ്റില്ല, ഇപ്പൊ മാത്രമേ കയറാൻ പറ്റിയത്. ഓക്കെ. സാർ ഇപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ NLP കുറിച്ച്. യാ. അപ്പൊ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ കേൾക്കുന്നത്, ഈ ഒരു തെറാപ്പിയെ കുറിച്ച്. Yeah. അപ്പൊ വലിയൊരു ഐഡിയ ഇല്ല എനിക്ക്. Yeah. അപ്പം NLP ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, 2-3 സ്ഥലത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിന് Yeah. നല്ല ഒരു റിസൾട്ട് കിട്ടിയതാണ്. Yeah. അപ്പോഴാണ് ഈ ഒരു മെത്തേഡിനെ കുറിച്ചൊന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിനേക്കാട്ടിലും കൂടുതൽ ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടും ഡീപ്പ് ആയിട്ടുള്ള റിസൾട്ടും ക്വിക്ക് ആയിട്ടുള്ള റിസൾട്ടും നിങ്ങൾക്ക് ഇതിൽ ലഭിക്കും. ഐ എം ഗ്യാരണ്ടീഡ്. ഗ്യാരണ്ടി പറയുന്നതിന്റെ റീസൺ എന്താ വെച്ചാൽ മൈൻഡ് പവറും NLP ചെയ്ത ഒരാളാണ് ഞാൻ. ദെൻ അതിനുശേഷമാണ് നിങ്ങൾ പരിചയപ്പെട്ടതുപോലെ തന്നെ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സംഗതി ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത് പരിചയപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിച്ചത് തായ്ലൻഡിൽ പോയിട്ടാണ് ഇതിന്റെ ഡെപ്തിൽ പഠിച്ചത്. സോ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പവർ എന്താണെന്നുള്ളത് നമുക്കറിയാം. പിന്നെ എൻ്റെ ലൈഫിൽ തന്നെ 20 വർഷമായിട്ടുണ്ടായിരുന്ന അസിഡിറ്റി പ്രോബ്ലം സിംപ്ലി ഒരു 40 മിനിറ്റ്സ് സെഷനിലൂടെ കംപ്ലീറ്റ്ലി ഞാൻ ക്ലിയർ ആയിപ്പോയി കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യുക, വരിക, ജോയിൻ ചെയ്യുക. ഈ ബാച്ചിൽ തന്നെ ഓഫ്ലൈനിൽ വരുന്നുണ്ടോ പ്രവീൺ? ഒന്ന് വരണം എന്ന് വിചാരിക്കണം സാർ. അങ്ങനെ നോക്കി നിൽക്കേണ്ട, ഉടൻ തന്നെ എന്ത് ചെയ്യുക, പ്രോഗ്രാമിലേക്ക് വരിക കേട്ടോ. ഓക്കെ then, thank you. Any other questions? Anybody else have any questions? Okay, questions ഇല്ലാതെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. ഞങ്ങൾക്ക് വേറൊരു സെഷൻ ഉണ്ട്, ആ സെഷനിലേക്ക് കടക്കേണ്ട ടൈം ആയിട്ടുണ്ട്. സോ ലെറ്റ് മീ വൈൻഡ് അപ്പ് ദിസ് സെഷൻ ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് ബാക്ക് ടു യു. ഓക്കെ, പ്രോഗ്രാമിൽ കാണാം, നാളെ കാണാം. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ടീം മെമ്പേഴ്സിനോട് ഇനി ചോദിക്കാം. ഓക്കെ, താങ്ക് യു. See you tomorrow.